السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന മഹത്തരമായ ഗ്രന്ഥത്തിൽ അടുത്തതായി കൊടുക്കുന്ന അധ്യായം ബാബുൻ ഖൗലുല്ലാഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക്. അല്ലാഹു പറഞ്ഞു, ഇന്നക തീർച്ചയായും നബിയെ, ലാ തഹ്ദി താങ്കൾ ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല, മൻ അഹ്ബബ്ത താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ. സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്താണ് ഷെയ്ഖ് റഹിമഹുല്ലാ തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. ഈ മഹത്തായ അധ്യായത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ അധ്യായം ഈ ഭാഗത്ത് കൊടുത്തത് ഖുബൂരികൾക്കുള്ള അഥവാ ഖബറിനെ ആരാധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ്. അവർ അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ അവർ ഉപകാരം ചെയ്യും, ഉപദ്രവം വരുത്തിവെക്കും, ഉപദ്രവം നീക്കും എന്ന വിശ്വാസത്തോടുകൂടി അവരോട് പ്രാർത്ഥിക്കും, അവരോട് പൊറുക്കലിനെ തേടും, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങൾ അവരോട് ചോദിക്കും. അങ്ങനെയുള്ള ധാരാളം ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ അധ്യായം. കാരണം സഹോദരങ്ങളെ, തൊട്ടുമുന്നേ നമ്മൾ മനസ്സിലാക്കിയ അധ്യായങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ അള്ളാഹുവിനോട് മാത്രമേ കാവലിനെ ചോദിക്കാൻ പാടുള്ളൂ. റബ്ബിനോട് ചോദിക്കേണ്ട കാവലിനെ ചോദിക്കൽ, ഇബാദത്തായ തേട്ടം, അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് മുശ്രിക്കുകൾക്ക് പറയാനുള്ള, ഷിർക്കിൻ്റെ ആളുകൾക്ക് പറയാനുള്ള ചില ന്യായങ്ങളുണ്ടായിരുന്നു. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കും, അതുപോലെ അള്ളാഹുവിൻ്റെ സഹായികളാണവർ, അതുമല്ലെങ്കിൽ അവർ അള്ളാഹുവിനോട് ശുപാർശ പറയും എന്നിങ്ങനെയുള്ള പൊള്ളവാദങ്ങളും ഷെയ്ഖ് റഹിമഹുല്ലാ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ചരിത്ര സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തകർക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ അധ്യായം എടുത്തു കൊടുക്കുന്നത്. ഈ മഹത്തായ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ വളരെ മനോഹരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിക്കുന്നു. ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലമുണ്ട്. അതാണ് അടുത്ത ഹദീസായി ഷെയ്ഖ് ഉദ്ധരിക്കുന്നത്. അള്ളാഹു വിളിക്കുന്നു, ഓ നബിയെ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബിയെ, താങ്കൾക്ക് ഇഷ്ടമുള്ള, ഹിദായത്ത് ലഭിക്കണം എന്ന് താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ, അവരെ നേർമാർഗത്തിലാക്കാൻ, അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കുകയില്ല നബിയെ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ അടുക്കൽ അവിടുത്തേക്കുള്ള സ്ഥാനമെന്നത് വളരെ വലുതാണ്, വളരെ മഹത്തരമാണ്. എന്നിട്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ
അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇതുപോലെയുള്ള പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വിലക്കുകയുണ്ടായി. അതാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചില്ലേ, ലൈസ ലക മിനൽ അംരി ഷൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും. ഓ നബിയെ, ഈ വിഷയങ്ങളിൽ താങ്കൾക്ക് യാതൊരു ഇടപെടലുകളുമില്ല. ഒന്നല്ലെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, അതല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും. 3 പേരുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇറക്കിയ ആയത്താണ്. ആ അധ്യായം നമ്മൾ മനസ്സിലാക്കിയതാണ്. അവർ 3 പേരും പിന്നീട് മുസ്ലിമീങ്ങളായി. കാരണം ഹിദായത്ത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ഹിദായത്തിലാക്കും. ഹിദായത്ത് നൽകാനോ ഹിദായത്ത് ഊരിയെടുക്കാനോ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധിക്കുകയില്ല എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാനമായ ആയത്തുകൾ വേറെയും അവൻ്റെ കിതാബിൽ അവതരിപ്പിച്ചതായി നമുക്ക് കാണാം. സൂറത്തു യൂസുഫിൽ നമുക്ക് കാണാം, അള്ളാഹു പറഞ്ഞു, വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഓ നബിയെ, താങ്കൾ അതീവ പരിശ്രമം നടത്തിയാലും ശരി, ജനങ്ങളിൽ അധിക പേരും മുഅ്മിനുകളാവുകയില്ല, വിശ്വാസികളാവുകയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു പലരും ഇസ്ലാമിലേക്ക് വരണം, പലരും മുസ്ലിമീങ്ങളാകണം. ഉമ്മത്തിനോട്, തൻ്റെ സമുദായത്തോട് അങ്ങേയറ്റം ഗുണകാംക്ഷയുള്ള റസൂലായിരുന്നു നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളും അള്ളാഹു അവർക്ക് നൽകിയ വഹി അനുസരിച്ച് തങ്ങളുടെ സമുദായത്തിന് ദഅവത്ത് ചെയ്യുമ്പോൾ അവർ നന്നാവണം, അവരെല്ലാവരും മുസ്ലിമീങ്ങളാകണം എന്ന് ആഗ്രഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹു പറയുന്നു, നബിയെ, അത് സാധിക്കുകയില്ല. താങ്കൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു ഹിദായത്ത് നൽകണം. അതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, ലൈസ അലൈക ഹുദാഹും. ഓ നബിയെ, അവരുടെ ഹിദായത്ത്, അവരുടെ സന്മാർഗം താങ്കളുടെ കൈകളിലല്ല. താങ്കൾ വിചാരിച്ചാൽ അവർ ഹിദായത്തിലാകും എന്ന് താങ്കൾ വിചാരിക്കേണ്ടതില്ല എന്ന സമാനമായ ആശയം സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇവിടെ ഹിദായത്തിനെ ആരോടൊക്കെയാണ് ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നു, എത്ര ആളുകളോട് ചോദിക്കുന്നു ഹിദായത്തിനു വേണ്ടി. ഖുതുബിയത്തിൽ ഇരുട്ടത്ത് ഉറക്കമിളക്കി അങ്ങനെ കഷ്ടപ്പെട്ട് പാടുന്ന പാട്ടിൽ നമുക്ക് കാണാം, ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറയുകയാണ്, താങ്കൾ സഞ്ചരിച്ചിട്ടുള്ള നേരായ മാർഗം, ആ മാർഗത്തിലേക്ക് എന്നെ എത്തിക്കണേ, എനിക്ക് ഉൾക്കാഴ്ച നൽകണേ. കാരണം മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എന്താണ് വിശ്വാസം? ഫല്ലാഹു അഅതാകഹു, മുഹീദ്ദീൻ ഷെയ്ഖെ, അങ്ങേക്ക് അല്ലാഹു അത് നൽകിയിരിക്കുന്നു. ഏത്? ജനങ്ങളുടെ മനസ്സുകളെ ഹിദായത്തിലേക്ക് എത്തിക്കാനുള്ള ആ കാര്യം അള്ളാഹു അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ഫഅൻത മാലികുഹു, മുഹീദ്ദീൻ ഷെയ്ഖെ, അങ്ങാണ് അതിൻ്റെ ഉടമസ്ഥൻ. കഴിഞ്ഞോ? തൊട്ട് താഴെ എന്താണ്? വനജ്ജിഹി മിൻ ലദാ ഫിഹാ മഹാലികുഹു, നാശകാരിയായ, നശിപ്പിച്ചു കളയുന്ന ലദ എന്ന നരകത്തിൽ നിന്നും അങ്ങ് രക്ഷപ്പെടുത്തണേ. സുൽത്താന കുല്ലി വലിയ മുഹീദ്ദീനി, എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവായ മുഹീദ്ദീൻ ഷെയ്ഖേ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എത്ര കടുത്ത നിഷേധത്തിൻ്റെ വാക്കാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് വിശ്വസിക്കേണ്ട വിശ്വാസമാണ് ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നത്. ഇത് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് മാത്രമല്ല, പല ആളുകളെക്കുറിച്ചും വിശ്വസിച്ചു പോരുന്ന വിശ്വാസമാണ്. ഹിദായത്തിനെ, നരകമോചനം, സ്വർഗപ്രവേശനം, ഇതെല്ലാം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അത്തരം എല്ലാവിധ പുകമറകളും ആശയക്കുഴപ്പങ്ങളും നീക്കുന്ന അധ്യായമാണ് ഈ അധ്യായം. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഓ നബിയെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ, നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല നബിയേ. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ, മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ്
അള്ളാഹു ഹിദായത്തിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഹിദായത്ത് സന്മാർഗത്തിലേക്കുള്ള ഹിദായത്തിലേക്കുള്ള തൗഫീഖാണ്. അഥവാ ഹിദായത്ത്, മാർഗദർശനം, സന്മാർഗം എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ഈ സന്മാർഗത്തെക്കുറിച്ച് അറിയുക. ആ സന്മാർഗം അത് അറിയിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റുള്ള ആളുകൾക്കും അനുവാദം, അവസരം നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശൂറയിൽ പറഞ്ഞതായി നമുക്ക് കാണാം, വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ഓ നബിയെ, തീർച്ചയായും താങ്കൾ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗമേതാണ്, നേരായ മാർഗമേതാണ് എന്ന് താങ്കൾ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആയത്ത് പിടിച്ചുകൊണ്ട് പല ആളുകളും പറയാറുണ്ട്, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് നൽകുന്ന ആളാണ്. യഥാർത്ഥത്തിൽ മുഫസ്സിറുകൾ തഫ്സീറിൽ നമുക്ക് കാണാം, അവിടെ ഉദ്ദേശം ഹിദായത്ത് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവിടെ പറഞ്ഞത്. കാരണം സമാനമായ ഇതേ ആശയം വരുന്ന മറ്റു ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞെന്താണ്, ഓ നബിയെ, അവരുടെ ഹിദായത്ത് താങ്കളുടെ കൈകളിലല്ല. താങ്കൾ അങ്ങേയറ്റം പരിശ്രമിച്ചാലും അവരെ മുഅ്മിനീങ്ങളാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. അതുപോലെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ പറഞ്ഞ ആയത്തുകളെല്ലാം ഹിദായത്തു തൗഫീഖാണ് ഉദ്ദേശം. അഥവാ ഹിദായത്തിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷേ ആ ഹിദായത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യം അത് അള്ളാഹു നൽകണം. ഹിദായത്ത് അറിയിച്ചു കൊടുക്കുക എന്നത്, ഇന്നതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുക എന്നത് എല്ലാവർക്കും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാത്തവർക്കും അത് സാധിക്കും. പക്ഷേ അവരെ ആ ഹിദായത്ത് ഉൾക്കൊള്ളാൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ആയത്ത് ദുർവ്യാഖ്യാനിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ആയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം വിവരിക്കുന്ന ഹദീസാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ ഖസസിലെ ഈ ആയത്തിൻ്റെ സബബുൻ നുസൂൽ അഥവാ അവതരണ പശ്ചാത്തലം ഇനി വിവരിക്കുന്ന ചരിത്ര സംഭവമാണ്. ഷെയ്ഖ് പറയുന്നു, ഫിസ് സഹീഹി, ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്, സംഭവമാണിത്. അനിബ്നുൽ മുസയ്യിബ് അഥവാ മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ അദ്ദേഹം അൻ അബീഹി അദ്ദേഹത്തിൻ്റെ പിതാവായ അൽ മുസയ്യിബ് ഇബ്നു ഹസ്നിൻ അൽ മഖ്സൂമി അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ലമ്മ ഹളറത് അബൂ താലിബിനിൽ വഫാത്തു, അബൂ താലിബ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, ഉപ്പയുടെ സഹോദരൻ, അദ്ദേഹത്തിന് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അഥവാ രോഗശയ്യയിലായി മരിക്കാൻ ആയപ്പോൾ ജാഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. വഇൻദഹു ആ സന്ദർഭത്തിൽ അബൂ താലിബിൻ്റെ അടുക്കൽ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ വ അബൂ ജഹൽ രണ്ടു പേരുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും അബൂ ജഹലും, ഈ രണ്ടുപേരും മുശ്രിക്കുകളായിരുന്നു. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് അബൂ താലിബിനോട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. അദ്ദേഹം വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, യാ അം, അല്ലയോ ഉപ്പയുടെ സഹോദര, പിതൃവ്യ, ഖുൽ താങ്കൾ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക. കലിമതൻ അതൊരു വാക്കാണ്. ഈ സമയത്ത് ആ വാക്ക് പറഞ്ഞാൽ
ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ആ വാക്ക് മുഖേന സംസാരിക്കാം, പറയാം, താങ്കൾക്ക് വേണ്ടി ശുപാർശ പറയാം, താങ്കൾക്ക് സാക്ഷിയായി ആ വാക്ക് ഉപകാരപ്പെടുത്താം. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അബൂതാലിബിനോട് പറഞ്ഞപ്പോൾ അടുത്തുള്ള രണ്ടുപേർ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും അബൂജഹലും പറഞ്ഞു അബൂതാലിബിനോട്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിനോട്, ആദർശത്തോട് നീ വിമുഖത കാണിക്കുകയോ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ ആശയത്തിൽ നിന്നു മാറി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ആദർശത്തിലേക്ക്, ഈ ആശയത്തിലേക്ക് മടങ്ങുകയോ? ഫആദ അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും ആവർത്തിച്ചു. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. ഫഅആദ, അവർ രണ്ടുപേരും ഇത് തന്നെ ചോദിച്ചു. അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ആ സന്ദർഭം, എന്തായിരിക്കും ആ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതാലിബിന് ഹിദായത്ത് ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. എന്നാൽ തൊട്ടടുത്ത് നിന്ന് മുശ്രിക്കുകളുടെ തലകളായ രണ്ടുപേർ അബൂതാലിബിനെ പീഡിപ്പിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ, അഥവാ അബൂതാലിബിൻ്റെ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത്, ആദർശം, അത് വിട്ടൊഴിഞ്ഞ് മുഹമ്മദ് പറയുന്ന ഈ ആദർശത്തിലേക്ക് മടങ്ങി അങ്ങനെ മരിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാക്ക് അവർ ചോദിക്കുകയാണ്. ഫകാന ആഖിറ മാ ഖാല ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവി അദ്ദേഹം പറയുകയാണ്, അങ്ങനെ അവസാനം അബൂതാലിബ് അയാൾ അബ്ദുൽ മുത്തലിബിൻ്റെ ആദർശത്തിലായിക്കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുകയുണ്ടായി. വഅബ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അയാൾ വിസമ്മതിച്ചു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅസ്തഗ്ഫിറന്ന ലക മാ ലം ഉൻഹ അൻക, താങ്കൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുക തന്നെ ചെയ്യും, എന്നോട് വിലക്കപ്പെടുന്നതുവരേക്കും. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിച്ചു. മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. സൂറത്തു തൗബയിൽ ഈ ആയത്ത് നമുക്ക് കാണാം. മാ കാന ലിന്നബി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ഒരു പ്രവാചകനും പാടില്ല, വല്ലദീന ആമനു, മുഅ്മിനുകൾക്കും പാടില്ല, ഈമാനുള്ളവർക്കും പാടില്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു പോന്ന് അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടൽ. വഅൻസല അല്ലാഹു ഫി അബി താലിബ്, അബൂ താലിബിൻ്റെ വിഷയത്തിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. ഓ നബിയെ, തീർച്ചയായും താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ഹിദായത്ത് നൽകേണ്ടത്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് നൽകും, അവരെ നേർമാർഗത്തിലാക്കും. സഹോദരങ്ങളെ, ഈ ആയത്തിലും ഈ സംഭവത്തിലും വലിയ പാഠമുണ്ട്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ സംഭവം, ഈ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുന്ന് ആഗ്രഹിച്ച ആളെ ഹിദായത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആർക്ക് സാധിക്കും? അതിനേക്കാൾ താഴെയുള്ള ആർക്കാണ് സഹോദരങ്ങളെ സാധിക്കുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുമായി അടുപ്പമുള്ള, സാമീപ്യമുള്ള ആരാണുള്ളത്? ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടത്തേക്ക് അങ്ങേയറ്റം ആഗ്രഹമുണ്ടായിരുന്ന വ്യക്തിയാണ് അബൂ താലിബ്. ആരാണ് അബൂ താലിബ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 8 വയസ്സ് മുതൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം കെഫാലത്ത് ഏറ്റെടുക്കുകയും അവിടുത്തെ ദേഹത്ത് ഒരു മൺതരി പോലും വീഴാതെ അങ്ങനെ വളർത്തി വലുതാക്കിയ വ്യക്തിയാണ്. നബിയായതിനു ശേഷം മുശ്രിക്കുകൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ അങ്ങേയറ്റം സഹായിച്ചു. മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നതിൻ്റെ കൂടെ ഇയാളും പ്രയാസപ്പെട്ടു. പക്ഷേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സ്വീകരിക്കാനുള്ള ഹിദായത്തു തൗഫീഖ് അയാൾക്ക് കിട്ടിയില്ല. വളരെ ഗൗരവമായ വിഷയമാണിത്. നോക്കൂ, വീട്ടിനകത്ത് സ്വന്തം കൈകളിൽ ഹിദായത്തുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട്. എല്ലാം അറിയാം, ഇസ്ലാമാണ് സത്യമെന്നറിയാം, എല്ലാം അറിയാം. പക്ഷെ അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ദൂര സ്ഥലത്ത് നിന്ന് എത്ര ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും അവിടുത്തെ കൈപിടിക്കുകയും ബൈഅത്ത് ചെയ്യുകയും മുസ്ലിമീങ്ങളാവുകയും ചെയ്തു. ഹിദായത്ത് അത് അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത്. കുടുംബമോ തറവാട് മഹിമയോ ആളുകളുമായുള്ള ബന്ധമോ സഹോദരങ്ങളെ നമ്മെ ഹിദായത്തിലാക്കുകയില്ല, നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുകയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കണം, അള്ളാഹു റബ്ബുൽ ആലമീൻ ഭാഗ്യം നൽകണം എന്നത് ഈ പറഞ്ഞ ആയത്തുകളിലൂടെ വ്യക്തമാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞ വാക്കുകൾ കവിതയായി പറയപ്പെടാറുണ്ട്. എൻ്റെ ആളുകൾ, എൻ്റെ സമൂഹം, കുടുംബക്കാർ എന്നെ ചീത്ത വിളിക്കുകയില്ല, ആക്ഷേപിക്കുകയില്ല എങ്കിൽ എനിക്കറിയാമായിരുന്നു മുഹമ്മദ് പറയുന്നതാണ് ശരി, ഇതാണ് ശരിയായ ദീൻ എന്നത് എനിക്കറിയാമായിരുന്നു. പക്ഷെ ആളുകൾ എന്നെ ആക്ഷേപിക്കും, ചീത്ത വിളിക്കും, പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് മാത്രമാണ് ഞാനത് സ്വീകരിക്കാത്തത് എന്ന് അയാൾ പറഞ്ഞതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇന്ന് പല ആളുകളും തൗഹീദ് സ്വീകരിക്കാത്തത് കുടുംബത്തിൽ നിന്നുള്ള പ്രയാസം ഏറ്റുവാങ്ങേണ്ടത് വിചാരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ ദീൻ പാലിക്കാത്തത് ആളുകളെ ഭയന്നുകൊണ്ടാണ്. അവസാനം അബൂ താലിബിന് സംഭവിച്ചതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ ഗൗരവമാണ് ഈ വിഷയം എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ച പശ്ചാത്തലം നിങ്ങൾ നോക്കൂ. സൂറത്തു തൗബ എന്നത് മദീനയിലാണ് അവതരിച്ചത്. അബൂ താലിബിൻ്റെ സംഭവം നടക്കുന്നത് മക്കയിലാണ്, മക്ക കാലഘട്ടത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തു തൗബയിലെ ഈ ആയത്ത് പൊതുവായി എല്ലാവരുടെയും വിഷയത്തിൽ അവതരിപ്പിച്ചതാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, زار النبي صلى الله عليه وسلم قبر أمه فبكى وأبكى من حوله. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് കരഞ്ഞു, അവിടുത്തെ ചുറ്റുമുള്ള ആളുകളെ കരയിക്കുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഇസ്തഅ്ദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹാ ഫലം യുഅ്ദൻ ലി. എൻ്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടാൻ ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിക്കുകയുണ്ടായി, പക്ഷേ അള്ളാഹു എനിക്ക് അനുവാദം തന്നില്ല. വസ്തഅ്ദൻതുഹു ഫി അൻ അസൂറ ഖബ്റഹാ ഫഅദ്ന ലി. എന്നാൽ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അതിന് അനുവാദം നൽകുകയും ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും ചുറ്റുമുള്ള ആളുകളെ കരയിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമായി കൊണ്ടല്ല മരണപ്പെട്ടത്. അവിടുത്തെ ഉമ്മയുടെ വിഷയത്തിലും
ഉപ്പയുടെ വിഷയത്തിലും സമാനമായ ഹദീസ് വന്നിട്ടുണ്ട്. അഥവാ അവർ മുസ്ലിമീങ്ങളായിരുന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അങ്ങേയറ്റം താല്പര്യമുള്ള ആളുകളാണ് ഇവരെല്ലാം, സ്വന്തം മാതാവും പിതാവും പിതൃവ്യനും. പക്ഷേ സഹോദരങ്ങളെ, അവരെ ഹിദായത്തിലാക്കാനോ അവരെ സ്വർഗത്തിലാക്കാനോ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരം ആയത്തുകളിലൂടെ അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇതിലൂടെ മുശ്രിക്കുകളുടെ ശിർക്കിൻ്റെ ആളുകളുടെ എല്ലാ പൊള്ളവാദങ്ങളും തകരുകയാണ്. ഏത് തെളിവുകൾ അവർ കൊണ്ടുവന്നാലും തൗഹീദിന് വിരുദ്ധമായ തെളിവുകൾക്ക് നിലനിൽപ്പില്ല എന്നത് സഹോദരങ്ങളെ ഈ പറഞ്ഞ ആയത്തും ഹദീസും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്. ഏത് തെളിവ് കൊണ്ടെന്നാലും ശരി, എത്ര തെളിവുകൾ കൊണ്ടുവന്നാലും അതൊന്നും തെളിവുകളായിരിക്കുകയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഹീദിനുള്ള തെളിവുകൾ അത്ര ശക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. റബ്ബിന് മാത്രം അവകാശപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടോ, ഇബാദത്ത്, അതുപോലെ സൃഷ്ടിപ്പ്, നിയന്ത്രണം, അധികാരം, നാമഗുണ വിശേഷണങ്ങൾ ഏതുമാവട്ടെ, അതൊന്നും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ ഒരു നിലക്കും നിർവാഹമില്ല എന്നത് സഹോദരങ്ങളെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അവസാനം വഅൻസല അല്ലാഹു ഫി അബി താലിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഖസസിലെ അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊടുത്ത ആ ആയത്ത് ഉദ്ധരിച്ചത്. അഥവാ ഈ പറഞ്ഞ ആയത്ത് അബൂ താലിബിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി ഇറങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞു കൊടുത്തു, അയാൾ സ്വീകരിക്കാതെ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ആയത്താണിത്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ആയത്തിൻ്റെ ബാക്കി അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് അർഹതയുള്ളവരെ ഏറ്റവും നന്നായി അറിയുന്നവൻ. ആർക്കാണ് ഹിദായത്ത് യോജിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നന്നായി അറിയുന്നു. സഹോദരങ്ങളെ, അതുപോലെ ഈ ഹദീസിൽ സംഭവത്തിൽ പരാമർശിക്കപ്പെട്ട രണ്ടുപേർ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ വ അബൂ ജഹൽ. ഈ രണ്ടു പേരിൽ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ പിന്നീട് മുസ്ലിമാവുകയുണ്ടായി. അബൂ ജഹൽ മുശ്രിക്കായി ബദറിൻ്റെ രണാഗണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അബൂ ജഹലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫിറഔനു ഹാദിഹിൽ ഉമ്മ എന്നാണ്. ഈ ഉമ്മത്തിലെ ഫിറഔനാണവൻ. അബൂ ജഹൽ മുശ്രിക്കായി മരിച്ചു. എന്നാൽ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് മുസ്ലിമായി. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് അബൂ താലിബിനെ വിലക്കിയ രണ്ടുപേരിൽ ഒരാൾ പിന്നീട് മുസ്ലിമായി. നോക്കൂ, ഹിദായത്ത് എന്നത് അത്ഭുതകരമാണ്. ഹിദായത്ത് അത്ഭുതകരമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആർക്കാണ് എപ്പോഴാണ് അത് നൽകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ ഹദീസിൻ്റെ റാവിയായ അൽ മുസയ്യിബ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ എന്ന താബിഈയുടെ പിതാവ് അൽ മുസയ്യിബ് ഇബ്നു ഹസ്ൻ, അദ്ദേഹവും ആ സമയത്ത് മുസ്ലിമായിരുന്നില്ല, പിന്നീട് മുസ്ലിമാവുകയാണ് ഉണ്ടായത്. 3 പേർ ആ സ്ഥലത്തുണ്ടായിരുന്നു. 3 പേരിൽ ഒരാളാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. 3 പേരും അന്ന് മുസ്ലിമീങ്ങളായിരുന്നില്ല. പക്ഷേ 2 പേർക്ക് പിന്നീട് അള്ളാഹു ഹിദായത്ത് നൽകി. ഒരാൾ മുശ്രിക്കായി മരിക്കുകയും ചെയ്തു. അത്ഭുതകരമാണ് സഹോദരങ്ങളെ ഹിദായത്ത് എന്നത്. അതുകൊണ്ടാണ് ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്താൻ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഖൽബുകൾ, ഹൃദയങ്ങൾ മാറിമറിയും. അള്ളാഹുവിൻ്റെ ഇരുവിരലുകൾക്കിടയിലാണ് സൃഷ്ടികളുടെ ഹൃദയങ്ങളുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചവരെ അവൻ നിർമാർഗത്തിലാക്കും, അല്ലാത്തവരെ അവൻ തെറ്റിച്ചു കളയും. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതുപോലെ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഇസ്തിഗ്ഫാർ എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനോ മുഅ്മിനുകളോ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടുള്ളതല്ല. പുറമേക്ക് ഷിർക്കിലായിക്കൊണ്ട്, ഷിർക്ക് വെളിവാക്കിക്കൊണ്ട് അങ്ങനെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പാപമോചനം തേടാൻ നമുക്ക് പാടുള്ളതല്ല എന്നുകൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിക്കുകയാണ്. ഇതിൽ വലിയ പാഠമുണ്ട്. ഈ അധ്യായം എന്നത് സഹോദരങ്ങളെ വലിയ ഗുണപാഠം നൽകുന്ന ഒരു അധ്യായമാണ്. ഷിർക്കിൻ്റെ ആളുകളുടെ പൊള്ളവാദങ്ങൾ തകർക്കുന്നു എന്നതിലുപരി നമുക്ക് വലിയ പാഠമുണ്ട്. ഹിദായത്ത് എന്നത് അത് അമൂല്യമായ നിധിയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അതുപോലെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞ മഹത്തായ ഒരു ഗുണപാഠം നമുക്കിതിൽ കാണാം. ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവി അൽ മുസയ്യിബ് അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കൂ. ഫകാന ആഖിറ മാ ഖാല, അബൂ താലിബ് അവസാനമായി പറഞ്ഞ വാക്ക് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അയാൾ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് മരിച്ചു എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അയാളുടെ വാക്ക് അദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്. അന എന്ന് പറയുന്നതിന് പകരം ഹുവ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അബൂ താലിബ് ഞാൻ എന്നാണല്ലോ പ്രയോഗിച്ചത്, പക്ഷേ അത് പറയുമ്പോൾ റാവി ഹുവ എന്നാണ് പറഞ്ഞത്, ഞാൻ എന്ന് പ്രയോഗിച്ചില്ല. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലായിക്കൊണ്ട് മരിക്കുന്നു എന്നാണ് അബൂ താലിബ് പറഞ്ഞത്. ഇതുപോലെയുള്ള മുസീബത്തിൻ്റെ വാക്കുകൾ, മോശമായ വാക്കുകൾ നമ്മിലേക്ക് ചേർത്തി പറയാതിരിക്കുക. ഞാൻ എന്ന് പ്രയോഗിക്കാതെ അയാൾ എന്ന് പ്രയോഗിക്കുക. വേറൊരാളുടെ വാചകം ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, അള്ളാഹുവിൻ്റെ ദീനിനെതിരായ വാക്കുകളാണ് അത് പറയേണ്ടത് എങ്കിൽ അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് അയാൾ എന്ന് പറയുക, ഞാൻ എന്ന് പറയരുത്. മനസ്സിലായില്ലേ? അത് ഒരു ഗുണപാഠമാണ്. ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ ചില മസായിലുകൾ പറഞ്ഞിരിക്കുന്നു. അൽ ഊല, ഒന്നാമത്തെ മസ്അല, തഫ്സീറു ഖൗലിഹി ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. അൽ ആയ. ഓ നബിയെ, താങ്കൾ ഉദ്ദേശിച്ച, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല, മറിച്ച് അള്ളാഹു അവനാകുന്നു അവൻ ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുക. ഇവിടെ സഹോദരങ്ങളെ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞു, ഓ നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ള ആളുകളെ എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു ഇഷ്ടമെന്നത് അവിടെ ഉദ്ദേശം ഒന്നല്ലെങ്കിൽ ഏതൊരു മുശ്രിക്കിനോടും അടുത്ത ബന്ധുക്കളായ മക്കളോ അതല്ലെങ്കിൽ ഇതുപോലെ ഉപ്പയുടെ സഹോദരനോ അങ്ങനെയുള്ള ആളുകളോട് പൊതുവെ മനുഷ്യന് തോന്നുന്ന ഒരു സ്നേഹമാണത്. അതല്ലെങ്കിൽ ഇവിടെ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിദായത്ത് ഇഷ്ടപ്പെടുക എന്നതാണ്. അതാണ് ഇവിടെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതല്ലാതെ മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോടുള്ള സ്നേഹമോ ആത്മബന്ധമോ അല്ല ഇവിടെ ഉദ്ദേശം. അത് സഹോദരങ്ങളെ ഈ ആയത്തിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ, അവിടുന്ന് ആഗ്രഹിച്ച ഒരാളെ ഹിദായത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതിന് താഴെയുള്ള ഒരാൾക്കും സാധിക്കുകയില്ല എന്നതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഗുണപാഠം. അതുകൊണ്ട് ഹിദായത്തിനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും ചോദിക്കാൻ നമുക്ക് പാടില്ല. സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നത് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ ശിർക്കാകുമോ എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിത പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ പറഞ്ഞ വാക്ക് ഇന്നും നമുക്ക് കേൾക്കാം. ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹല്ല എന്ന വിശ്വാസത്തോടുകൂടി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാണ് പറഞ്ഞു
പഠിപ്പിച്ചത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ നെട്ടിത്തരിച്ച ദിവസമായിരുന്നു അന്ന്. നാളിതുവരെ ഇസ്തിഗാസ എന്നും അങ്ങനെയുള്ള പല ഓമന പേരുകളും വിളിച്ചിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അത് വെട്ടിത്തുറന്ന് പറയുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹല്ല എന്ന വിശ്വാസത്തോടുകൂടി, അഥവാ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് ഇലാഹല്ല എന്ന വിശ്വാസത്തോടുകൂടി ആരോടും ചോദിക്കാം. മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന എന്താണ്? അള്ളാഹു അവനാകുന്നു എല്ലാം സൃഷ്ടിച്ചത്, എല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് റബ്ബ്, അവനാണ് ഖാലിഖ് എന്നവർ വിശ്വസിച്ചിരുന്നു. അവർക്ക് പറ്റിയ പിഴവ് പ്രാർത്ഥന, ഇബാദത്ത് എന്ന വിഷയത്തിലാണ്. അതേ കാര്യം, അതേ ആദർശം ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ചു. മക്കയിലെ മുശ്രിക്കുകൾ അവരെ വെല്ലുന്ന വർത്തമാനമാണത്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുഹീദ്ദീൻ ഷെയ്ഖെ നേരായ മാർഗത്തിൽ അങ്ങ് ഞങ്ങളെ വഴിചേർക്കണേ. ഏതാണ് ആ മാർഗം? അങ്ങ് അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണത്. യഹൂദികളുടെയോ നസാറാക്കളുടെയോ മാർഗമല്ല. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണുള്ള അർത്ഥം. അത് മുഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് പറഞ്ഞു വച്ചത്. സഹോദരങ്ങളെ, ഹിദായത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് അള്ളാഹു പറയുന്നു. എത്ര ആയത്തുകൾ നമ്മൾ കേട്ടു. എന്നാൽ ഇന്നും ആളുകൾ, അവരുടെ പിൻഗാമികളും അവരും പഠിപ്പിക്കുന്നതും ചൊല്ലുന്നതും പാടുന്നതും ഈ പറഞ്ഞ ഇസ്ലാമിന് വിരുദ്ധമായ, അള്ളാഹുവിൻ്റെ ഖുർആനിനെതിരായ ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുക. രണ്ടാമത്തെ മസ്അല, അസ്സാനിയതു തഫ്സീറു ഖൗലിഹി മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽമുശ്രികീന വലൗ കാനൂ ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അൽ ആയ, സൂറത്തു അത്തൗബയിലെ ആയത്താണ്. അതിൻ്റെ തഫ്സീർ എന്താണത്? അള്ളാഹുവിൻ്റെ പ്രവാചകനോ മുഅ്മിനീങ്ങൾക്കോ പാടില്ല മുശ്രിക്കുകൾക്ക് വേണ്ടി, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നത്, അവർ എത്ര അടുത്ത ബന്ധുക്കളായാലും ശരി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുക്കാതിരുന്നത്. എത്ര അടുത്തവരായാലും ശരി, റബ്ബിനോട് അനുസരണക്കേട് കാണിച്ച് അള്ളാഹുവിൽ പങ്കുചേർത്ത് അങ്ങനെ മരിച്ച ആളുകളാണെങ്കിൽ അവരോട് യാതൊരു നിലക്കുമുള്ള അലിവും നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ വിലക്കുകയാണ്. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ കത്തിയേരിയുന്ന നരകാവകാശികളാണ് എന്ന് വ്യക്തമായതിന് ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ഇതുപോലെ പറഞ്ഞിരുന്നു, താങ്കൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. അള്ളാഹു അത് വിലക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തത് അദ്ദേഹം പിതാവിനോട് ചെയ്ത വാഗ്ദാനം കാരണത്താലാണ്. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിച്ചു എന്നും ഈ ആയത്തിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുശ്രിക്കുകൾക്ക് അവർ എത്ര അടുത്ത ആളുകളായാലും ശരി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പാടില്ല എന്നതാണ് ആ ആയത്തിൻ്റെ തഫ്സീർ. അസ്സാലിസ, മൂന്നാമത്തെ മസ്അല, വഹിയ മസ്അലത്തുൽ കബീറ, അത് വലിയ വളരെ പ്രധാനപ്പെട്ട മസ്അലയാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം മസ്അലത്തുൽ കബീറ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്താണത്? തഫ്സീറു ഖൗലിഹി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്നതിൻ്റെ തഫ്സീർ. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ അരികിൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് പറയുകയുണ്ടായി. ബിഖിലാഫി മാ അലൈഹി മൻ യദ്ദഇ അൽ ഇൽമ. അവസാനം അബൂ താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നാണ് പറഞ്ഞു കൊടുത്തത്. ചില ആളുകൾ പറയാറുണ്ട്, ഷെയ്ഖ് പറയുന്നു, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അറിഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അള്ളാഹു അല്ലാത്ത ആളുകളോട് അതിനുശേഷം ഇസ്തിഗാസ ചെയ്താലും അവരെ വിളിച്ച് തേടിയാലും യാതൊരു പ്രശ്നവുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ മതി. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കരുത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നവർ അവകാശപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തഫ്സീർ, എന്നതിൻ്റെ അർത്ഥം
ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാൽ ഒരാൾക്കും പിന്നീട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, അബൂ താലിബിന് അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, അതിനുവേണ്ടി സഹായിച്ച ആളാണ് അബൂ താലിബ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് അയാളോട് പറയുകയാണ്. അപ്പം കേവലം അറിവ് മാത്രം മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാൽ മതി എന്ന് അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അംഗീകരിക്കണം, വിശ്വാസത്തിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ദർഗയുടെ ജാറങ്ങളുടെ മുകളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ജാറം മൂടിയ തുണിയിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിലപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം തന്നെ നമുക്ക് കാണാം. എന്താണ് ഉപകാരം? അതിൻ്റെ തൊട്ട് താഴെ നടക്കുന്ന എന്താണ്? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവരോട് തേടുന്നു, നേർച്ച അർപ്പിക്കുന്നു. അതുകൊണ്ട് ഷെയ്ഖ് പറയുകയാണ്, ഇത് അൽ മസ്അലത്തുൽ കബീറയാണ്, വലിയ മസ്അലയാണ്, വളരെ പ്രധാനപ്പെട്ട മസ്അലയാണ്. കേവലം അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുക തന്നെ വേണം. അതാണ് അബൂ താലിബിൻ്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അർറാബിഅതു, നാലാമത്തെ മസ്അല, അന്ന അബാ ജഹ്ലിൻ വമൻ മഅഹു യഅരിഫൂന മുറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല ലിർറജുലി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ താലിബിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന അബൂജഹലും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അവർക്ക് അറിയാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറയുന്നത്. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അവർക്കറിയാം. എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ അവരാരുമില്ല, മറിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അവനാണ് സൃഷ്ടാവ്, അവനാണ് നിയന്താവ്, അവനാണ് അധികാരി, അവന് മാത്രമേ ആരാധന പാടുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് ആർക്കറിയാം? അബൂജഹലിനും കൂടെയുള്ളവർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ അബൂ താലിബിനോട് അത് പറയരുത് എന്ന് പറഞ്ഞത്. ഷെയ്ഖ് പറയുന്നു, ഖബ്ബഹ അല്ലാഹു മൻ അബൂജഹലിൻ അഅലമു മിൻഹു ബി അസ്ലിൽ ഇസ്ലാം. അബൂജഹലിൻ്റെ അത്ര പോലും ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനത്തെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകളുടെ മുഖം അള്ളാഹു കെടുത്തട്ടെ. നമുക്ക് ദീനിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ അബൂജഹലിന് അതറിയാം. അതുകൊണ്ടാണ് അബൂജഹൽ അത് പറയരുത് എന്ന് പറഞ്ഞത്. ആ വാക്ക് പറയാൻ പോലും അബൂജഹൽ സമ്മതിച്ചില്ല. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ഹൽക്ക നടത്തും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാ സ്ഥലത്തും എഴുതി വെക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നേരത്തെ പറഞ്ഞതുപോലെ കൊത്തിവെക്കും, എല്ലാ സ്ഥലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകും. പക്ഷേ ചെയ്യുന്ന എന്താണ്? ശിർക്കാണ്. ചെയ്യുന്നത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ്. നിങ്ങൾ കേട്ടില്ല ബദരീങ്ങളുടെ മാല? ബദരീങ്ങളെക്കുറിച്ച് ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബദർമാലയിൽ എന്താണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പാടുന്നവനും പറയും, അത് കേൾക്കുന്നവനും പറയും. എന്നിട്ട് പറയുന്ന എന്താണ്? ബദരീങ്ങളാൽ തുണ റബ്ബന, അള്ളാഹുവെ ബദരീങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ. അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഷെയ്ഖ് പറയുന്നു, അങ്ങനെയുള്ള ആളുകളുടെ മുഖം അള്ളാഹു കെടുത്തട്ടെ. എത്ര ഗൗരവമാണത്. അൽ ഖാമിസതു, അഞ്ചാമത്തെ മസ്അല, ജിദ്ദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ മുബാലഗതുഹു ഫി ഇസ്ലാമി അമ്മിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് അയാളുടെ ഇസ്ലാമിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ പരിശ്രമം. നിങ്ങൾ ഈ ഹദീസിൽ അതുണ്ട്. അയാളൊന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. കാരണം നിങ്ങൾ നോക്കൂ, കൂടെ ഉണ്ടായിരുന്ന, ഒരുമിച്ചുണ്ടായിരുന്ന, എല്ലാ സഹായവും ചെയ്തു കൊടുത്ത അങ്ങനെയുള്ളൊരു മനുഷ്യൻ കാഫിറായി മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പ്രയാസം എത്രയായിരിക്കും? അവിടുന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചു, എന്നിട്ടത് നടന്നില്ല. എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിദായത്ത് അമൂല്യമാണ്. ഷെയ്ഖിൻ്റെ വാക്ക് നോക്കൂ നിങ്ങൾ, ജിദ്ദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വ മുബാലഗതുഹു ഫി ഇസ്ലാമി അമ്മിഹി. അസ്സാദിസതു, ആറാമത്തെ മസ്അല, الرد على من زعم إسلام عبد المطلب وأسلافه. അബ്ദുൽ മുത്തലിബ്
അതുപോലെ അയാളുടെ പിൻഗാമികൾ, അയാളുടെ കുടുംബക്കാർ, ഈ പറഞ്ഞ അബൂ താലിബ് അടക്കമുള്ള ആളുകൾ, അവർ മുസ്ലിമീങ്ങളാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന, ജൽപ്പിക്കുന്ന ആളുകൾക്കുള്ള മറുപടി. അഥവാ ഷിയഈ റാഫിളുകൾ, ഷിയാക്കൾ വിശ്വസിക്കുന്നത്, ഷിയാക്കളുടെ വിശ്വാസം അബ്ദുൽ മുത്തലിബും അതുപോലെ ഈ മുശ്രിക്കായി കാഫിറായി മരിച്ച അബൂ താലിബും എല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അവർക്കുള്ള മറുപടി ഇതിലുണ്ട്. കാരണം ഹുവ അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്നാണ് റാവി ഹദീസിൽ ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അള്ളാഹു അവതരിപ്പിച്ച ആയത്തും അതിന് തെളിവാണ്. കാരണം ഹിദായത്ത് കിട്ടിയിട്ടില്ല, അവർ മുസ്ലിമീങ്ങളല്ല. അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളുടെ മില്ലത്താണ്, ജാഹിലിയത്താണ്. അതുപോലെ അബൂ താലിബ് ആ മില്ലത്ത് അതിലായിക്കൊണ്ടാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഷിയഈ റാഫിളുകളുടെ ആ പൊള്ളവാദം, അവകാശവാദം, അതിനുള്ള മറുപടി ഇതിലുണ്ട്. അസ്സാബിഅതു, ഏഴാമത്തെ മസ്അല, കൗനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്ഫറ ലഹു ഫലം യുഗ്ഫർ ലഹു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അബൂ താലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്തു. ബൽ നുഹിയ അൻ ദാലിക്, എന്നാൽ അത് പിന്നീട് വിലക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഞാൻ എന്നോട് വിലക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് പറയാം. പക്ഷെ അള്ളാഹു അത് വിലക്കി. അസ്സാമിനതു, എട്ടാമത്തെ മസ്അല, മളറത്തു അസ്ഹാബി സൂഇ അലൽ ഇൻസാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോശമായ കൂട്ടുകെട്ട് കൊണ്ട് ലഭിക്കുന്ന ഉപദ്രവം. സഹോദരങ്ങളെ, ഇത് വലിയ ഗുണപാഠമാണ്. ഷിർക്കിനെതിരിലുള്ള തെളിവാണിത്. ഷിർക്കിൻ്റെ ആളുകളുടെ പൊള്ളവാദം പൊളിക്കുന്ന തെളിവാണിത്. അതോടൊപ്പം നമുക്കിതിൽ വലിയ ഗുണപാഠമുണ്ട്. നോക്കൂ, മളറത്തു അസ്ഹാബി സൂഇ അലൽ ഇൻസാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മോശമായ കൂട്ടുകെട്ട് എത്ര കണ്ട് അയാൾക്ക് ഉപദ്രവം ചെയ്യും എന്നത് അബൂ താലിബിൻ്റെ ചരിത്രത്തിലുണ്ട്. കാരണം എന്താണ്? അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരാണ് എന്താക്കിയത്? അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് ചോദിച്ച് അയാളെ പേടിപ്പിച്ചത്. മോശമായ കൂട്ടുകെട്ട് മനുഷ്യനെ നശിപ്പിക്കും, എല്ലാ സമയത്തും നശിപ്പിക്കും, അവസാനം ഇതുപോലെ മരിക്കുന്ന സമയത്ത് വന്നു പിടിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം, കൂട്ടുകെട്ട് അത് നന്നാക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ഹിദായത്തിനെ ബാധിക്കും. നോക്കൂ, മാത്രമല്ല നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ഒരാൾ പിന്നീട് മുസ്ലിം ആവുകയും ചെയ്തു. അതിലൊരാൾ പിന്നീട് മുസ്ലിമായി. ആ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്ന അബൂ താലിബിനെ തടഞ്ഞ മനുഷ്യനാണ് പിന്നീട് അത് ചെയ്ത ആൾ മുസ്ലിമായി. എന്നാൽ അബൂ താലിബ് കാഫിറായി മരിച്ചു. മോശമായ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന സ്വാധീനം അതേറ്റുവാങ്ങി നമ്മുടെ പരലോകം കളയരുത്. ഒരുപക്ഷെ അയാൾ അവസാന കാലത്ത് നന്നായേക്കാം, നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പരലോകം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൂട്ടുകെട്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇത് ശിർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഈ അടിസ്ഥാനം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ശിർക്കാവട്ടെ, കുഫ്റാവട്ടെ, മതനിഷേധമാവട്ടെ, അതല്ലാത്ത ഹറാമായ തോന്നിവാസമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യത്തിലും നമ്മൾ കൂട്ടുകെട്ട് പരിശോധിക്കണം. അതല്ലെങ്കിൽ കൂട്ടുകെട്ട് അവസാനം നമ്മെ നശിപ്പിക്കുമെന്നാണ്. നല്ല കൂട്ടുകാരെ, ദീനിനും ദുനിയാവിനും ഉപകാരമുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കുകയും അവരോടൊപ്പം കൂട്ടുകൂടുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ അന്ത്യം മോശമായി പോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത്താസിഅതു, ഒൻപതാമത്തെ മസ്അല, മളറത്തു തഅദീമി അസ്ലാഫിൽ അകാബിർ. പൂർവികരായ ആളുകൾ, സമൂഹത്തിലെ വലിയ വലിയ ആളുകൾ, അവരെ പരിധി വിട്ട് ബഹുമാനിക്കുന്നതിൻ്റെ ഉപദ്രവം. നോക്കൂ നിങ്ങൾ, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബ് പകച്ചുപോയി. ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, വലാലത്തിൻ്റെ, ഒഴികേടിൻ്റെ ആളുകൾ, അവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ പരലോകം കളയരുത് എന്ന് ഈ ഹദീസിലുണ്ട്, ഈ അധ്യായത്തിലുണ്ട്. അൽ ആശിറ, പത്താമത്തെ മസ്അല, അശ്ശുബ്ഹതു ലിൽ മുബ്തിലീന ഫീ ദാലിക ലിസ്തിദ്ലാലി അബി ജഹ്ലിൻ ബിദാലിക്. ബാത്തിലിൻ്റെ ആളുകൾ ഉണ്ടാക്കുന്ന പുകമറയാണിത്. എന്ത്? വാപ്പയുടെ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് ഒഴിവാക്കുകയാണോ
ഇന്ന് പല ആളുകളും പറയാറുള്ള വാക്കിതാണ്, നമ്മുടെ ഉപ്പമാർ കാക്ക കാരണവന്മാർ അവർ ചെയ്തതിനെതിരായിട്ട് എന്താണിത് പുതിയ കുറേ ദീൻ, പുതിയ കുറേ ആളുകൾ, ഇവർ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഉപ്പമാരിലോ ഉപ്പാപ്പമാരിലോ ഒന്നും ഇത് കണ്ടിട്ടില്ല. മഹലിലെ ഉസ്താദുമാർ അതുപോലെയുള്ള ആളുകൾ അവരിലൊന്നും കാണാത്ത പുതിയ രീതി ഈ ആളുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ പറഞ്ഞ വാക്കാണ് അബൂ താലിബിൻ്റെ അടുക്കൽ വന്ന് അബൂജഹലും പറഞ്ഞത്. എല്ലാ കാലത്തും ഇങ്ങനെയായിരിക്കും. എന്നാൽ നല്ല പൂർവികരാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അഭിമാനം കൊള്ളാം, അവരെക്കുറിച്ച് പറയാം. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കളായ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവരെക്കുറിച്ച് മഹിമ പറഞ്ഞതായി നമുക്ക് കാണാം. നല്ലവരാണെങ്കിൽ പറയാം. അതല്ലാത്ത ആളുകളെ ഇതുപോലെ പുകഴ്ത്തി പ്രശംസിച്ച് അങ്ങനെയുള്ള ബാത്തിലിന് തലവെച്ചു കൊടുത്ത് നമ്മുടെ പരലോകം നശിപ്പിക്കരുത്. എല്ലാ കാലത്തും ആളുകൾ ഷിർക്കിൻ്റെ ആളുകൾ പറയാറുള്ളതാണ്. അത് തന്നെയാണ് അബൂജഹലും പറഞ്ഞത്. അൽ-ഹാദിയത അശ്റ 11ാമത്തെ മസ്അല അശ്ശാഹിദു ലികൗനിൽ അഅമാലി ബിൽ ഖവാതിം ലിഅന്നഹു ലൗ ഖാലഹാ ലനഫഅത്ഹു. പ്രവർത്തനത്തിൻ്റെ അവസാനമാണ് പരിഗണിക്കുക എന്നത് ഈ അധ്യായത്തിലുണ്ട്. അബൂ താലിബ് എങ്ങാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ അത് അയാൾക്ക് ഉപകാരപ്പെട്ടേനെ. അന്ത്യം സഹോദരങ്ങളെ എങ്ങനെയായിരിക്കും എന്നതിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മുടെ മുൻഗാമികൾ ഭയപ്പെട്ട കാര്യമാണ്. മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുമ്പോൾ എങ്ങനെയാണ് മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അസ്സാനിയത അശ്റ അവസാനത്തെ മസ്അലയാണ് അത്തഅമ്മുലു ഫീ കിബരി ഹാദിഹി ശുബ്ഹതി ഫീ ഖുലൂബി ദ്ദാലീൻ. ദലാലത്തിൻ്റെ വഴികേടിൻ്റെ ആളുകളുടെ ഹൃദയങ്ങളിൽ ഈ പറഞ്ഞ ശുബ്ഹത്ത്, ഏത് കാക്ക കാരണവന്മാർ പൂർവികന്മാർ അവരുടെ മാർഗം, അതിനെക്കുറിച്ചുള്ള ആ പുകമറകൾ, അതിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുക. ലിഅന്ന ഫിൽ ഖിസ്സതി അന്നഹും ലം യുജാദിലു ഇല്ലാ ബിഹാ. ഈ ചരിത്രത്തിൽ അബൂജഹലും കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞ വാക്ക് എന്തുമാത്രാണ്? അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിനെ കുറിച്ച് മാത്രമാണ്. ദലാലത്തിൻ്റെ ഒഴികേടിൻ്റെ ആളുകളുടെ ഹൃദയത്തിൽ അതാണ് ഉണ്ടാവുക. നിങ്ങൾ ഉപ്പാപ്പമാരുടെ മാർഗം വിട്ട് വേറെ മാർഗം സ്വീകരിക്കുകയാണോ? നോക്കൂ, അബൂ താലിബിൻ്റെ അടുക്കൽ വന്ന് അവർ തർക്കിച്ചത് ഇതിൽ മാത്രമാണ്, വേറൊന്നും പറഞ്ഞില്ല. അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ആളുകൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. വേറെ തെളിവുകളോ വേറെ പ്രമാണങ്ങളോ ഒന്നുമില്ല. അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്ത് എന്നത് മാത്രമാണ്. മഅ മുബാലഗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ തക്രീറിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഷെയ്ഖ് പറയുകയാണ് ഫലി അജ്ലി അളമതിഹാ വ വുദൂഹിഹാ ഇൻദഹും ഇഖ്തസറു അലൈഹാ. മുശ്രിക്കുകളുടെ ഷിർക്കിൻ്റെ ആളുകളുടെ മനസ്സിൽ ഈ പറഞ്ഞ ശുബ്ഹത്ത് അഥവാ കാക്ക കാരണവന്മാർ ഉപ്പാപ്പമാർ അവരുടെ മാർഗം അവരുടെ മില്ലത്ത് അതിനെക്കുറിച്ചുള്ള മഹത്വവും അതാണ് ശരിയെന്ന നിഗമനവുമാണ് ഈ പറഞ്ഞതിൽ മാത്രം അവർ ഒതുങ്ങി നിന്നത്. അതല്ലാതെ പ്രമാണങ്ങൾ അവർ ഉദ്ധരിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത എന്തെങ്കിലും വേദഗ്രന്ഥമോ ഒന്നും അവർ ഉദ്ധരിച്ചില്ല. അവർ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് പറയുന്നവരാണ്. അങ്ങനെ ഒരു പ്രമാണങ്ങളും പറഞ്ഞില്ല. മറിച്ച് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇത് മാത്രമാണ്. അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് മാറിപ്പോവുകയാണോ, അതിനോട് വിമുഖത കാണിക്കുകയാണോ, ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, അള്ളാഹുവാണ് ഹിദായത്ത് നൽകേണ്ടവൻ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഹിദായത്ത് നൽകാൻ സാധിക്കുകയില്ല. ഷിർക്കിൻ്റെ ആളുകളുടെ എല്ലാ പൊള്ളവാദങ്ങളും തകർക്കുന്ന അധ്യായമാണ് ഈ പറഞ്ഞത്. അതോടൊപ്പം ധാരാളം ഗുണപാഠങ്ങളും ഈ അധ്യായത്തിലുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ശരിയായ മാർഗത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ ഹിദായത്തിലായി ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈമാനിലായി ഇസ്ലാമിലായി കൊണ്ട് കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.